മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരുടെ വർഷം 2025 ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മാസാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ 2ാം ഭാവത്തിലും, സൂര്യൻ 3ാം ഭാവത്തിലും, ചന്ദ്രൻ 4ാം ഭാവത്തിലും, ശുക്രനും ശനിയും 5ാം ഭാവത്തിലും, രാഹു 6ാം ഭാവത്തിലും, ഗുരു 8ാം ഭാവത്തിലും, ചൊവ്വ 10ാം ഭാവത്തിലും, കേതു 12ാം ഭാവത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ബുധൻ ജനുവരി 4ാം തീയതി 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്കും, പിന്നീട് ജനുവരി 24ാം തീയതി അവിടെ നിന്നും 4ാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. സൂര്യൻ ജനുവരി 14ാം തീയതി നിങ്ങളുടെ 3ാം ഭാവമായ ധനുവിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇപ്പോൾ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ 21ാം തീയതി മിഥുനം രാശിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. 28ാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ജനുവരി 1 മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഇവിടെ ഒപ്പം ശനിയും നിൽക്കുന്നുണ്ട്. ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ്. ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ഈ മാസം ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. അതുകൂടാതെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5ാം ഭാവമാണല്ലോ വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5ാം ഭാവാധിപൻ ശനിയാണ്. ശനി 5ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നതും. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ശനിയുടെ സ്ഥിതി വളരെ ശുഭകരമാണ്. കൂടാതെ ഒപ്പം മിത്രമായ ശുക്രനും നിൽക്കുന്നുണ്ട്. ഈ മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം നല്ല റിസൾട്ടുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 5ാം ഭാവത്തിൽ ശനിയുടെ മേൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഇത് നിങ്ങളിൽ ഒരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിലൊരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും. ഇതിനെ വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനത്താണ്. പക്ഷേ ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നതാണ് ശരി എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതാണ്. ഈ കാര്യങ്ങൾ ബുദ്ധിപൂർവവും വിവേകപൂർവവും ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം നോർമലായി നടന്നു പോകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം.
അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ്. ബുധൻ ജനുവരി 4-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ചില സമയത്ത് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനും ഇടയുണ്ട്. എങ്കിലും അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതുമായിരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനുവരി 4-ന് മുൻപോ അതല്ലെങ്കിൽ ജനുവരി 24-ന് ശേഷമോ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. ഈ സമയത്ത് ബുധൻ കേന്ദ്രസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. പൈസ, ബാഗ്, മൊബൈൽ, ആഭരണങ്ങൾ എന്നിവയിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അതുപോലെ അപരിചിതരുമായി ദൂരം പാലിക്കുന്നതും നല്ലതായിരിക്കും. പിതാവിൻ്റെ ഗൈഡൻസോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ വരാനിടയുണ്ട്. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, ദാമ്പത്യ ജീവിതം, സാമ്പത്തിക സ്ഥിതികൾ, ആരോഗ്യം എന്നീ കാരണമാകാനാണ് സാധ്യത. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം ഭാവത്തിൽ ചൊവ്വ നീചസ്ഥനായി വക്രഗതിയിൽ നിൽക്കുകയാണ്. ജനുവരി 21-ാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. ഈ മാസം ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനം പ്രതീക്ഷിച്ച അത്ര ഉണ്ടാകുന്നതല്ല. അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇതാണ് തുലാം രാശിക്കാരുടെ ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.